പമ്പിൽ പോയിട്ട് 10 രൂപക്ക് പെട്രോൾ അടിക്കാമോ? ഓക്കെ സെറ്റ്. ഗായ്സ് രാവിലെ കുറച്ച് പേഷ്യൻസ് ഉണ്ട്, അതെല്ലാം കണ്ട് നമ്മുടെ ടീമിന്റെ കളിയിട്ടാ വയനാട് യുണൈറ്റഡ് ലൈഫ് എന്ന് പറഞ്ഞ പ്ലേ ആൻഡ് എൻജോയ്. അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൽ എത്തി. പിന്നെ മക്കളെ മാച്ചിന് മുമ്പ് കുറച്ച് പരിപാടി ഉണ്ട്. മസിൽ റിലീസ് ചെയ്യലേ, ടാപ്പ് ചെയ്യലേ, വാമപ്പ് ചെയ്യലേ, എക്സസൈസ് ചെയ്യാൻ കുറച്ച് പരിപാടി ഉണ്ട്. അങ്ങനെ മാച്ച് തുടങ്ങാൻ സമയമായി. മാച്ച് തുടങ്ങി, മാച്ച് കളിച്ചു, മാച്ച് കഴിഞ്ഞ് പിന്നെ ഗ്രൗണ്ടിൽ നിന്ന് ഇന്ത്യ ഒരു മെയിൻ ആവലും. പിന്നെ മാച്ച് കഴിഞ്ഞു പെരയിൽ പോയി. മാച്ച് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോണ്ടല്ലോ ഷൂമലൊക്കെ ഭയങ്കര ചളിയേക്കാറ്. അപ്പൊ നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റ് ആണ് ഷൂ ഹാക്കർ നടത്തിന്റെ പേര്. ഇതുകൊണ്ട് ഷൂ വൃത്തിയാക്കാൻ വേണ്ടിട്ട് നമുക്ക് വെള്ളമൊന്നും വേണ്ടട്ടോ. ഇതിങ്ങനെ സംഭവിച്ചാൽ ഇതിങ്ങനെ ഷൂമൊക്കെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനെപ്പോട്ട് പ്രശ്നം ഇങ്ങനെ ചളിയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ഉരച്ചെടുത്താൽ മതിയെ. പിന്നെ ഒരു ശീലോണ്ട് തുടച്ചെടുക്കും ചെയ്യും. ഇപ്പൊ അതാ മറ്റേ 2 ഷൂ നമ്മളെ വ്യത്യാസം നോക്കിയാൽ പ്രൊഡക്റ്റിൽ ലിങ്ക് ആണെങ്കിൽ ഉണ്ടല്ലോ, ലിങ്ക് കമന്റ് ഇട്ടാൽ മതി. ഇപ്പൊ കമന്റ് ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ DM മെസ്സേജ് അയച്ചാലും മതിയെ. തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. പിന്നെ നമ്മള് പെട്രോൾ പമ്പ് പെട്രോൾ അടിച്ചാൽ പോയി, അല്ലാതെ പെട്രോൾ പമ്പുകാർ മണ്ണടിച്ചാൽ പോയില്ലല്ലോ. അമ്പലെ തായാലോട്ട് ഞാൻ വെറുതെ പറഞ്ഞു 10 രൂപ കണ്ണടിച്ചിരുന്ന അയാൾ അപ്പൊ തന്നെ 10 രൂപ അടിച്ചാണ് നേരെ ഇന്ത്യക്ക് പെട്രോൾ അടിച്ചോളൂ. ഇതാ കണ്ടില്ലേ 10 രൂപ. അപ്പൊ 10 രൂപയ്ക്ക് എണ്ണ കിട്ടുമല്ലേ? 10 രൂപ ഗൂഗിൾ പേ തീർത്തു. ഇനി ഇതിലൊരു ടെസ്റ്റ് ഉണ്ട് കേട്ടോ. 10 രൂപ കണ്ടടിച്ചോണ്ടല്ലോ ബൈക്കുന്ന എണ്ണ കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ തള്ളി ഇങ്ങനെ ഒരു അടുത്ത പമ്പ് കയറ്റി. അടുത്ത പമ്പ് ഞാൻ വെറുതെ ചോദിച്ചത് 10 രൂപ കണ്ടിട്ടു. അപ്പൊ ചങ്ങനോട് പറയണേ 10 രൂപ അല്ലെങ്കിൽ 5 രൂപ കണ്ണടിച്ചാൽ ഞാൻ പറഞ്ഞൊന്ന് കാണണല്ലോ. അപ്പൊ ഞാൻ 5 രൂപ ഇന്ത്യ അടിച്ചു. ഇതാ കണ്ടില്ല 5 രൂപ. അപ്പൊ എനിക്ക് പിരാന്തായത് അതുപോലെ എല്ലാവർക്കും പിരാന്തായത്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണില്ല. അപ്പൊ ഇതുപോലെ എന്ത് ടാസ്ക് കംപ്ലീറ്റ് ആണോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ടാറ്റാ ബൈ.